ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അബ്ര ബീച്ചും അതുപോലെ തന്നെ ഗോൾഡ് സൂക്കും കൂടെ കാണാനായിട്ട് വന്നതാണ്. വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് ബേഡ്സ് ഉണ്ട്. ഈ ബേഡ്സിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തു. കാരണം ഇവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ബേഡ്സിൻ്റെ ഈ വ്യൂസ് കാരണം കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രസമായിരുന്നു കാണാൻ. അതിനുശേഷം ഞങ്ങൾ ഗോൾഡ് സൂക്കിലോട്ട് പോവുകയാണ്. ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഇവിടുന്ന്. ഗോൾഡ് സൂക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫുൾ ഗോൾഡാണ്. അതായത് ജ്വല്ലറീസാണ്, സിൽവറിൻ്റെയും ഡയമണ്ട് അതുപോലെ തന്നെ ഗോൾഡിൻ്റെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വരുന്ന ഒരുപാട് ജ്വല്ലറീസാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടൊക്കെ മിഠായി തെരുവ് പോലെ തന്നെയാണ് ഏകദേശം ഇവിടെയും. അതുപോലെ തന്നെ ഡ്രസ്സ്, എല്ലാ സംഭവങ്ങളും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങിക്കാനും അതുപോലെ തന്നെ കാണാനും പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് എൻട്രൻസ് വരുന്നത്. ഗോൾഡ് സൂക്കിൽ ഗേറ്റ് നമ്പർ 1 ആണ് ഇത്. അപ്പോൾ ഇതിലൂടെയാണ് എൻട്രൻസ്. ഈ ഒരു ഗോൾഡിൻ്റെ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒത്തിരി അതർ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഫോറിനേഴ്സ് അതുപോലെ തന്നെ അവിടെ നിന്നിട്ട് കുറേ ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കാൻ തിക്കും തിരക്കുമായിരുന്നു. അത്രയും റഷുള്ളൊരു ഏരിയയാണിത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ കസ്റ്റമേഴ്സ്, വാങ്ങുന്ന കസ്റ്റമേഴ്സും ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ പുറം ഭാഗം മാത്രം കണ്ടിട്ട് പോരുകയാണ് ചെയ്തത്. നമ്മളുടെ നാട്ടിലെ ജ്വല്ലറീസിലൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ജ്വല്ലറി ഐറ്റംസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ്, ജ്വല്ലറീൻ്റെ, സ്വർണ്ണത്തിൻ്റെ ഡ്രസ്സ്, അതുപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ മാസ്ക്, ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റിയത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്.
കുറേ നടന്നു തിരിച്ചു പോവുകയാണ്. ജ്വല്ലറീസ് മാത്രമല്ല കേട്ടോ, കുറേ ഡ്രസ്സിൻ്റെ ഐറ്റംസ്, അബായ അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അറബിക് ഡ്രസ്സ് ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കുന്ന കുറേ ഐറ്റംസ്, അതേപോലത്തെ ഐറ്റംസൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ കുറേ സ്പൈസസും കാണാൻ പറ്റിയിട്ടോ. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള കുറേ ഏലക്ക, നട്ട്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റി. അപ്പോൾ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിൽ ഇത്രേ കാണാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അതിനുശേഷം അവിടെ സിഗ്നൽ ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സിഗ്നൽ ക്രോസ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് അബ്ര ബീച്ചിൽ നിന്ന് ബോട്ടിൽ കയറിയിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. അവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടാനുള്ളത്. ഗുബൈബ ബസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് ബോട്ടിൽ കയറാൻ വെറും ഒരാൾക്ക് 1 ദിർഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോന്നു ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. അപ്പോൾ ഞങ്ങളിതാ അക്കരെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റൊക്കെ ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.